CMS LP സ്കൂൾ മുഹമ്മയുടെ ആമുഖ ദൃശ്യങ്ങളിലേക്ക്. ഇതാണ് ഞങ്ങളുടെ സ്കൂൾ CMS LPS മുഹമ്മ. ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ എന്ന ഗ്രാമത്തിലാണ് ഞങ്ങളുടെ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. CMS മിഷണറിമാരാണ് ഇത് സ്ഥാപിച്ചത്. 160-ൽ പരം വർഷം പഴക്കമുള്ളതാണ് ഞങ്ങളുടെ സ്കൂൾ. ഏകദേശം 600-ൽ പരം കുട്ടികൾ ഇപ്പോൾ ഈ സ്കൂളിൽ പഠിക്കുന്നു. മാം, നിങ്ങൾ ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്ന മാതൃകാ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? ഞങ്ങളുടെ മാതൃകാ പ്രവർത്തനങ്ങളായി ഞങ്ങൾ എടുത്തിരിക്കുന്ന സമൂഹ കൂട്ടായ്മ, പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ. ഇനി സ്കൂൾ പ്രതിനിധികളും ജൂറി അംഗങ്ങളുമായുള്ള ആശയവിനിമയമാണ്. മുഹമ്മയിൽ നിന്നുള്ള മിടുക്കികളും മിടുക്കന്മാരുമാണ് അല്ലേ? നല്ല ചൊടിയുള്ള കുട്ടികൾ. നിങ്ങളെ കണ്ടതിൽ വലിയ സന്തോഷം. നമ്മുടെ സ്കൂളിൽ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ടല്ലോ, ഇപ്പോൾ വീഡിയോയിലൊക്കെ കാണിച്ചത്. നിങ്ങളെല്ലാവരും അതിനകത്തൊക്കെ പങ്കുകൊള്ളുന്നുണ്ടോ? അഞ്ജനയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഏതാ അവിടത്തേക്ക് പ്രവർത്തനങ്ങളിൽ? ശലഭോദ്യാനം. എന്താണ് ശലഭോദ്യാനം? ആ, അവിടെ എങ്ങനെയായി ശലഭോദ്യാനം ഉണ്ടാക്കിയത്? അത് ഞങ്ങൾ ഓരോ ചെടികൾ കൊണ്ട് അതിൽ നട്ടുപിടിപ്പിച്ച് അപ്പോൾ അതിൽ ചില ശലഭങ്ങളൊക്കെ വരാറുണ്ടായിരുന്നു. താനെ വന്നോ ശലഭങ്ങള്? ശലഭങ്ങളെ ആകർഷിക്കുന്ന ചില ചെടികൾ ഞങ്ങൾ വെച്ചു. ആണോ? ഏത് ചെടിയാ വെച്ചത് ശലഭത്തിന്? കൊങ്ങിണി. കൊങ്ങിണിപ്പൂവ്. പിന്നെ അത് നല്ല പൂവാണോ? നല്ല മണമുണ്ടോ കൊങ്ങിണിപ്പൂവിന്? പല നിറങ്ങളുണ്ട്. ഏതൊക്കെ നിറങ്ങളുണ്ട് നിങ്ങളുടെ ഉദ്യാനത്തില്? ഏതൊക്കെ നിറമുള്ള കൊങ്ങിണിപ്പൂകളുണ്ട് നിങ്ങളുടെ ഉദ്യാനത്തില്? ഒരു പൂവിൽ തന്നെ പല നിറങ്ങളുണ്ട്. അത് ശരി. പിന്നെ എത്ര തരം ശലഭങ്ങൾ വരുന്നുണ്ട്? ഒരുപാട് തരത്തിലുള്ളത് വരുന്നുണ്ടോ? ഉണ്ട്. ആണോ? അതിന്റെ പേരൊക്കെ പറഞ്ഞു തരുമാരെങ്കിലും? ആണോ? കുറച്ച് പേരുകൾ കേൾക്കട്ടെ ശലഭങ്ങളുടെ. നാരകക്കാളി, ചൊട്ടശലഭം, വയൽ ശലഭം, കിളിവാലൻ, ഗരുഡ ശലഭം, മഞ്ഞപ്പാപ്പാത്തി, അങ്ങനെ ഒട്ടേറെ ശലഭങ്ങളുണ്ട്. അത് ശരി. ഈ തുമ്പിയും ശലഭവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? രണ്ടും ഒന്ന് തന്നെയാണോ? ഞങ്ങളൊക്കെ തുമ്പി എന്നാണ് കൊച്ചായിരുന്നപ്പോൾ പറഞ്ഞിരുന്നത്. ശലഭം എന്നുള്ള പേരൊക്കെ പിന്നെയാ കേട്ടത്. ഇത് രണ്ടും ഒന്ന് തന്നെയാണോ? അത് ചോദിച്ച് മനസ്സിലാക്കണം കേട്ടോ. ആണോ? അല്ല, രണ്ടും ഒന്നല്ല. ആണോ? അല്ല. എന്താ വ്യത്യാസം? തുമ്പികള് പ്രാണികളെയാണ് തിന്നുന്നത്. ശലഭങ്ങൾ പൂക്കളിലെ തേനാണ് കുടിക്കുന്നത്. അത് ശരി. ശരിയാണോ? എനിക്കറിഞ്ഞൂടാ കേട്ടോ, ഞാൻ അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. ഏതായാലും മോൻ പറയുകയാണെങ്കിൽ ശരി ആയിരിക്കണം, അറിയില്ലെങ്കിൽ പറയില്ലല്ലോ ഇല്ലേ? അറിഞ്ഞൂടാന്നേ പറയുള്ളൂ. ഏതായാലും ഞാനും പോയി അന്വേഷിക്കാം കേട്ടോ. നിങ്ങൾ ഇതൊരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് തിരുത്തുക? സംശയം തീർക്കണം എങ്ങനെയാണ്? നിങ്ങൾക്ക് ഒരു സംശയം തോന്നിന്നിരിക്കട്ടെ, എങ്ങനെ? ഞങ്ങളുടെ ടീച്ചർമാരോട് ചോദിക്കും. ഞങ്ങൾക്ക് കണ്ടെത്താനാകുമെങ്കിൽ ഞങ്ങൾ തന്നെ കണ്ടെത്തുകയാണ്. എങ്ങനെ കണ്ടെത്തും? ഞങ്ങൾ നിരീക്ഷിച്ചാൽ വ്യത്യാസങ്ങളെ, കാഴ്ചയിലുള്ള വ്യത്യാസം പറയാൻ പറ്റും അല്ലേ? പക്ഷേ ഇത് ശലഭമാണോ തുമ്പിയാണോ എന്ന് നിരീക്ഷിച്ചാൽ പറയാൻ പറ്റുമോ? അത് ആരോടെങ്കിലും ചോദിക്കണം, അല്ലെങ്കിൽ പുസ്തകങ്ങൾ നോക്കണം അല്ലേ? ടീച്ചർ പറഞ്ഞ ഒരു കാര്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സമൂഹത്തിൻ്റെ കൂട്ടായ്മ കൊണ്ട് ഡിവിഷൻ ഫോൾ ഉണ്ടായിരുന്ന ഒരു സ്കൂളിനെ വളരെ നിലയിൽ മെച്ചപ്പെടുത്തി എടുത്തു എന്ന് പറഞ്ഞു. അതെങ്ങനെയാണെന്നൊന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ നാട്ടിൽ ഒത്തിരി സ്കൂളുകളുണ്ട് ഡിവിഷൻ ഫോള്. ടീച്ചർ ഒന്ന് പറഞ്ഞിട്ട് PTA ആരാണുള്ളത്? ലാലിച്ചനും കൂടെ എന്നോടൊന്ന് പറയണം, എങ്ങനെയാണ് ഈ സംഭവം ഡിവിഷൻ ഫോള് ഉണ്ടായിരുന്ന ഒരു സ്കൂളിനെ ഇങ്ങനെ നല്ല സ്കൂളാക്കി ഇട്ടത്? ഈ ശലഭോദ്യാനമാണോ അതോ അമ്മക്കിളിക്കൂടാണോ? എന്താണ് ഇതിൻ്റെ ഒരു മാജിക് എന്ന്? മാം, ഞങ്ങൾക്ക് 2002 കാലഘട്ടത്തിലാണ് ഞങ്ങൾക്ക് ഡിവിഷൻ ഫോൾ സംഭവിച്ചത്. അപ്പോൾ ഞങ്ങളുടെ ഒരു രക്ഷകർത്താവും അവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയും ആയിരുന്ന ഒരു മാന്യ വ്യക്തി സ്കൂളിലേക്ക് കടന്നു വരികയും
അദ്ദേഹം കുട്ടിയെ കൊണ്ടാക്കാൻ വരും സ്കൂളിൽ. പക്ഷേ ഇങ്ങനെ ഡിവിഷൻ ഫോൾ സംഭവിച്ച കാര്യമൊക്കെ അന്ന് ഞാനവിടെ ടീച്ചറായിരുന്നു. അപ്പോൾ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു 10 വർഷത്തിനുള്ളിൽ നമ്മുടെ സ്കൂൾ അടച്ചു പൂട്ടുമല്ലോ. ഞാനും എൻ്റെ അപ്പൂപ്പന്മാരും പഠിച്ച ഒരു സ്ഥാപനമാണ്. അപ്പം നമുക്ക് PTA കമ്മിറ്റി അധ്യാപകരും ഞാനും കൂടെ ചേർന്ന് എന്തെങ്കിലും നമുക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളൊരു 5 വർഷത്തേക്കൊരു ന്യൂ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് എന്ന് പറയുന്നൊരു പദ്ധതി തയ്യാറാക്കി. അതിനകത്ത് ഞങ്ങളുടെ ആദ്യത്തെ അദ്ദേഹം അത് എഴുതിയിരുന്ന പ്രവർത്തനം ആദ്യത്തേത് 5 വർഷത്തിനുള്ളിൽ ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും മികച്ച സ്കൂളാക്കി ഈ സ്കൂളിനെ മാറ്റിയെടുക്കണം. അതിനുവേണ്ടി അതത് കാലഘട്ടങ്ങളിൽ വരുന്ന PTA-യും അധ്യാപകരും വിചാരിച്ചാൽ തീർച്ചയായും സാധിക്കും. അതുപോലെ തന്നെ 2007-8 ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും മികച്ച സ്കൂളിനുള്ള SSIയുടെ പുരസ്കാരം ഞങ്ങൾക്കായിരുന്നു ലഭിച്ചത്. വളരെ സന്തോഷം. അതെങ്ങനെയാണ് സാധിച്ചെടുത്തത്? എന്ത് തരം സമൂഹ കൂട്ടായ്മയും PTA-യുടെ ഒരു സംഭാവന എന്തായിരുന്നു അതിൽ? PTA എന്ന നിലയിൽ അത് പ്രോജക്റ്റ് തയ്യാറാക്കിയതിന് ശേഷം നിരന്തരമായൊരു ഇടപെടൽ. ഈ പ്രോജക്റ്റിൽ എന്തൊക്കെയായിരുന്നു തയ്യാറാക്കിയിരുന്നത്? നേരത്തെ ഉണ്ടായിരുന്നത് നമുക്ക് മലയാളം മീഡിയം മാത്രമാണ് ഉണ്ടായിരുന്നത്. തുടർന്ന് നമ്മൾ ഈ ഇംഗ്ലീഷ് മീഡിയം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് LKG UKG തുടങ്ങണമെന്നുള്ളൊരു തീരുമാനമെടുത്തിരുന്നു. അതനുസരിച്ച് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നമുക്ക് കുട്ടികൾ വരാൻ തുടങ്ങി. കുട്ടികൾക്ക് വാഹന സൗകര്യം ഇല്ലായിരുന്നു. PTA-യുടെ നേതൃത്വത്തിൽ വാടകയ്ക്കാണെങ്കിലും വാഹന സൗകര്യം ഏർപ്പെടുത്തി കഴിഞ്ഞപ്പോൾ രക്ഷകർത്താക്കൾക്ക് വളരെ ആശ്വാസമായി. തുടർന്ന് ഈ ടീച്ചർമാരെയെല്ലാം നിയമിച്ചതിന് ശേഷം ക്ലാസ്സുകൾ നിരന്തരമായി PTA-യുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തുകയും ക്ലാസ്സുകളിൽ ഈ നിലവാരം പരിശോധിക്കാൻ വേണ്ടിയുള്ള പരിശോധന നടത്തുകയും രക്ഷകർത്താക്കളുമായി ആശയവിനിമയം നടത്തുകയും പോരായ്മകൾ എന്താണെന്ന് പഠിക്കുകയും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഇത്രയൊരു നേട്ടം കൈവരിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിപ്പോഴും നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മുഹമ്മ എന്നുള്ള സ്ഥലം ഞാൻ ആദ്യമായി കേൾക്കുന്നത് ഒരു എഴുത്തുകാരൻ്റെ പേരിൻ്റെ കൂടെയാണ് ഞാൻ ആദ്യം കേട്ടത്. അക്ഷയലക്ഷ്മി, അങ്ങനെ മുഹമ്മ എന്ന് ചേർത്തിട്ടുള്ള ഏതെങ്കിലും എഴുത്തുകാരനുണ്ടോ? ആരാണ്? രമണൻ. യെസ്. പിന്നെ നിങ്ങളൊക്കെ ഈ പുസ്തകങ്ങളെ കുഞ്ഞനിയന്മാരെ പോലെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു എന്താ അത് അങ്ങനെ പറയാൻ? അഞ്ജന അങ്ങനെ പറയാൻ ആരാ പറഞ്ഞു തന്നത്? ഞങ്ങളും ടീച്ചർമാരും കൂടി ആലോചിച്ചിട്ട്. ഏതായാലും നിങ്ങൾ നന്നായിട്ട് വായിക്കുന്നുണ്ടല്ലോ അല്ലേ? പുസ്തകങ്ങളൊക്കെ വായിക്കാറില്ലേ? ഞാൻ ഒരു 2 കവിതകൾ ചൊല്ലാം. അത് എഴുതിയത് ആരാണ് എന്നൊന്ന് പറയാമോ? ഒന്ന് ശ്രമിച്ചു നോക്ക്. കുട്ടിയും കുട്ടിയും കണ്ടുമുട്ടി, എന്നിട്ടും അവർ തമ്മിൽ കൂട്ടിമുട്ടി, അതുകൊണ്ടവരുടെ മണ്ട പൊട്ടി, അതുകണ്ട കുട്ടിക്ക് ചിരിയും പൊട്ടി. ആരാണ് എഴുതിയത്? വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹം എഴുതിയ വളരെ പ്രശ്നം. വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയിട്ടില്ല കേട്ടോ മോനെ. ഇനി വേറെ ആരെങ്കിലും? കുഞ്ഞുണ്ണി മാഷ്. യെസ്, കുഞ്ഞുണ്ണി മാഷ് ശരിയാണ്. രണ്ടാമത്തത് വാകുരുവി വരുകുരുവി വാഴക്കൈമേൽ ഇരുകുരുവി. ആരെഴുതിയാണ്? G. ശങ്കരക്കുറുപ്പ് എഴുതിയ കവിതയാണ് കേട്ടോ. ഇനി ഞാൻ കുറേ വാചകങ്ങൾ പറയാം. അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തണം. തുമ്പപ്പൂ പോലെ ചുവന്നിട്ട്. തുമ്പപ്പൂവിന് ചുവപ്പ് നിറമല്ല, വെളുത്ത നിറമാണ്. ഉറപ്പാണോ? ആണ്. കാക്കത്തൂവല് പോലെ മഞ്ഞ. വേറെ ആൾക്ക് കൊടുക്കും. കാക്കത്തൂവലിന് മഞ്ഞ നിറമല്ല, കറുപ്പ് നിറമാണ്. ഉറപ്പാണോ? പഞ്ഞിക്കെട്ട് പോലെ നീല. പഞ്ഞിക്കെട്ടിന് വെള്ള നിറമാണ്. അതെന്താ? നീല പഞ്ഞിക്കെട്ട് കണ്ടിട്ടില്ലേ? ഇല്ല. ഇതുവരെ കണ്ടിട്ടില്ല? ഇല്ല. ഉറപ്പാണോ മോക്ക്? ഉറപ്പാണ്. ഞാൻ വേറൊരു വാചകം പറയാം. സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നു. സൂര്യൻ കിഴക്കാണ് ഉദിക്കുന്നത്. ആണോ? അല്ല എന്ന് പറയുന്നു ഈ കുട്ടി. ആരാ അല്ല എന്ന് പറയുന്ന ഒരു കൈവക്ക്? ജോണിനോടാണ് ചോദിക്കാനുള്ളത്.
ഇത്ര സ്മാർട്ടായ ഒരു ആൺകുട്ടി ഈ അടുത്ത സമയത്തൊന്നും കണ്ടിട്ടില്ല. എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറയാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. ഈ അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ഞങ്ങളുടെ ക്ലാസ്സിൽ ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, അതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. മിടുക്കൻ. അപ്പോൾ ഈ ശലഭോദ്യാനം നിങ്ങളുണ്ടാക്കിയതാണോ? ഇതാരുടെ ഐഡിയ ആയിരുന്നു? ഞങ്ങളുടെ ഐഡിയ തന്നെയാണ്. നിങ്ങളുടെ ഐഡിയ തന്നെയാണോ? ഓ, അത് ശരി, വളരെ സന്തോഷം. ഐറിൻ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഐറിൻ എന്താണ് ആലോചിക്കുന്നത്? നിങ്ങളുടെ സ്കൂൾ നല്ല സ്കൂളാണോ? അവിടെ എല്ലാം ഉണ്ടോ? എന്തൊക്കെയുണ്ട്? അവിടെ കളി സാധനങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെ കളി സാധനങ്ങളുണ്ട്? മെറിഗോ റൗണ്ട് ഉണ്ട്, ഊഞ്ഞാലുണ്ട്, സീസോ ഉണ്ട്, സ്ലൈഡ് ഉണ്ട്. പിന്നെ എത്രയുള്ളോ? ശലഭോദ്യാനം ഉണ്ട്. പിന്നെ കേട്ടില്ല. ശലഭോദ്യാനം കളി സ്ഥലമാണോ? കളി അല്ല. പിന്നെ എന്താ ശരിക്കും എന്തിനാണ് നിങ്ങളത് ഉണ്ടാക്കിയത്? വേറെ ഉദ്യാനം പോരായിരുന്നോ? നല്ല ഭംഗിയുണ്ട്. നിങ്ങളെയൊക്കെ കണ്ടിട്ട് ശലഭോദ്യാനത്തിൽ നിന്ന് ഇങ്ങനെ പറന്ന് വന്നതുപോലെ ഉണ്ട്. നിങ്ങളുടെ യൂണിഫോം ഒക്കെ നല്ല രസമുണ്ട് കാണാൻ. മൊത്തത്തിൽ വളരെ നന്നായിട്ടുണ്ട് നിങ്ങളുടേത്. ടീച്ചറിനോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്, ജോളി ടീച്ചറിന്. ഇനി എന്തൊക്കെയാണ് വാസ്തവത്തിൽ ആ സ്കൂളിന് അടിസ്ഥാന സൗകര്യ വികസനത്തിന് ടീച്ചറിന്റെ മനസ്സിലുള്ളത്? ഞങ്ങൾക്ക് ഇനി വേണ്ടത് ഒരു കമ്പ്യൂട്ടർ റൂം വേണം, ഒരു ലൈബ്രറി റൂം വേണം. ഇപ്പോൾ ഞങ്ങൾക്ക് 4 ക്ലാസ് റൂമിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചാൾസ് ഡയസ് എന്ന MPയുടെ ഫണ്ടിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ട്. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കിനി അത്യാവശ്യം വേണ്ടത് ആ 2 കാര്യം. കുട്ടികൾക്ക് കമ്പ്യൂട്ടർ പരിചയപ്പെടുത്തി കൊടുക്കാൻ ഇപ്പോൾ കമ്പ്യൂട്ടർ ഇപ്പോൾ ഓഫീസ് റൂമിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ഓഫീസ് റൂമിൽ വന്നാണ് അത് ചെയ്യുന്നത്. പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ എല്ലാ കുട്ടികൾക്കും? പിന്നെ 1ാം ക്ലാസ്സിൽ ഒരു കമ്പ്യൂട്ടർ വെച്ചിട്ടുണ്ട്, അവർക്ക് CD ഒക്കെ ഇട്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്ത് CD-കളാണ് കാണിച്ചു തരുന്നത് അഞ്ജന? കലകളെക്കുറിച്ച്. കലകളെക്കുറിച്ച്? എന്ത് കലകളെക്കുറിച്ച്? ഓട്ടംതുള്ളല്, കഥകളി, തെയ്യം, തിരുവാതിര, പുലികളി, അങ്ങനെ. ശരി, എല്ലാവരും വളരെ മിടുക്കരാണ്. സന്തോഷം. ഈ ചന്ദനയാണ് ഒന്നും മിണ്ടാതിരുന്നത് അല്ലേ? ചന്ദനയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വിഷയം എന്താ പഠിക്കാൻ? മലയാളം. അപ്പോൾ ഒരു 4 വരി കവിത ചൊല്ലാമോ? ഏതെങ്കിലും മലയാളത്തിലെ ഒരു പാട്ടോ കവിതയോ ഏതെങ്കിലും ഒന്ന് പാടും. 7ാമത്തെ അങ്ങള കൺതുറന്നു, 7 നാളായപ്പോൾ അമ്മ പോയി, താഴെയുള്ള 7നും അമ്മയായി, താഴമ്പു പോലുള്ള കുഞ്ഞെടത്തി, കണ്ണെഴുതാറില്ല കുഞ്ഞെടത്തി, കണ്ണെഴുതിക്കാനേ നേരമുള്ളൂ, പൊട്ടു തൊടാറില്ല കുഞ്ഞെടത്തി, പൊട്ടു തൊടിക്കാനേ നേരമുള്ളൂ, ഉണ്ണാനൊരുങ്ങാനുമില്ല നേരം, ഉണ്ണികൾക്കെല്ലാം മുറയ്ക്കു വേണ്ടേ, ഇല്ലെന്നൊരുങ്ങാനുമില്ല നേരം, ഇല്ലത്തെ പാടുകൾ നോക്കിയിടേണ്ടേ, കത്തുന്ന 7 ചിരികൾ ചുഴും കുത്തുവിളക്കിൻ്റെ കൂമ്പു പോലെ, 7 പൊന്നങ്ങള മാർന്നൊടുവിൽ ഏവർക്കും അമ്മയെ കുഞ്ഞെടുത്തി. എങ്ങനെയാണ് നിങ്ങളുടെ സ്കൂളും ഈ നിങ്ങളുടെ ലോക്കൽ കമ്മ്യൂണിറ്റിയും ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ സ്കൂൾ സപ്പോർട്ട് ഗ്രൂപ്പും പ്രവർത്തനം എങ്ങനെയാണ്? സാധാരണ മറ്റ് ഗ്രാമപഞ്ചായത്തുകളെ അപേക്ഷിച്ച് മുഹമ്മ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുന്നതാണ്. നമുക്കറിയാം എയ്ഡഡ് സ്കൂൾസിന് അവർക്കൊരു പരിധിയുണ്ട് ഫണ്ട് അനുവദിക്കുന്നതിൽ. പക്ഷേ മുഹമ്മ ഗ്രാമപഞ്ചായത്ത് ഞങ്ങളുടെ സ്കൂളിന് ഒരു മഴവെള്ള സംഭരണി നിർമ്മിച്ചു തന്നിട്ടുണ്ട്. അതുകൂടാതെ കുഞ്ഞുങ്ങൾക്ക് ഡെസ്ക്, പിന്നെ എല്ലാ വർഷവും അവർ ലൈബ്രറി പുസ്തകങ്ങൾ കുഞ്ഞുങ്ങൾക്ക് നൽകുന്നുണ്ട്. ഇനി CMS LP സ്കൂൾ മുഹമ്മയുടെ ഗ്രേഡ്സ് അറിയാനുള്ള സമയമാണ്. CMS LP സ്കൂൾ മുഹമ്മയ്ക്ക് ജഡ്ജസ് നൽകിയിരിക്കുന്ന സ്കോർ 90 out of 100.